ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം ദുർബലരുടെയും അനാഥരുടെയും പക്ഷത്താണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതി നിങ്ങൾക്ക് വിജയം നൽകും. അന്തിമ വിജയം നിങ്ങളുടേതാണ്. നിങ്ങൾക്കെതിരെയുള്ളവരുടെ ദുഷ്ടതയേറിയ പദ്ധതികൾ, വ്യാജമായ അനുഭാവ പ്രകടനങ്ങൾ, വ്യാജമായ വാക്കുകൾ, അസൂയാവഹമായ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം കർത്താവ് തകിടം മറിച്ച് ദുഷ്ടൻ്റെ ദുഷ്ടതയിൽ നിന്നും അഹംഭാവത്തിൽ നിന്നും ദൈവം നിങ്ങൾക്ക് എന്നേക്കുമായി സുരക്ഷിതത്വം നൽകി, സംരക്ഷണം നൽകി നിങ്ങളെ കാത്തുപരിപാലിക്കും. നിങ്ങൾ ഭയപ്പെടരുത്. കർത്താവ് നിങ്ങളുടെ കൂടെയുള്ളതിനാൽ ആർക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല. ഈ രാത്രിയിൽ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടി, കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക. നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ, യാത്രകളെ, നിങ്ങളുടെ എല്ലാ നാളത്തെ പദ്ധതികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാവിധ സംരക്ഷണത്തിനും വിജയത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 82 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര കാലം നീതി വിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും? ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ. പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ. ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ. ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് രാത്രിയിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, ഈ മക്കളുടെ രോഗത്തെ, ഈ മക്കളുടെ മനസ്സിൻ്റെ വേദനയെ നീ കാണണമേ. കർത്താവേ, ദുർബലർക്കും അനാഥർക്കും നീ ദൈവമാണ്. നീയാണ് ഞങ്ങളുടെ പക്ഷം പിടിച്ചിരിക്കുന്നത്. ഈ മക്കളുടെ പക്ഷത്ത് നീ നിന്ന് ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ, അസൂയാലുക്കളെ, അവരിൽ നിന്ന് എന്നേക്കുമായി ഈ മക്കളെ മോചിപ്പിക്കണമേ. കർത്താവേ, നിന്നെ അനുസരിക്കുന്ന ഇവരുടെ മേൽ നിന്റെ കൃപാകടാക്ഷം എപ്പോഴും ഉണ്ടായിരിക്കണമേ. ദൈവമേ, നിന്റെ വാക്കുകൾ അനുസരിക്കുകയും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയും നീ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുകയും ചെയ്ത് ദുഷ്ടന്റെ പദ്ധതികളെ സ്വീകരിക്കാതെ ഇവർ ധൈര്യത്തോടെ നിനക്ക് വേണ്ടി നിൽക്കുമ്പോൾ, എൻ്റെ ദൈവമേ, നീ ഇവരുടെ മേൽ കൃപ ചൊരിഞ്ഞ് ഇവർക്കാവശ്യമായ ശക്തിയും ബലവും നൽകി, ആന്തരിക ബലം നൽകി, മനസ്സിന് ശക്തി നൽകി, ശരീരത്തിന് ആരോഗ്യം നൽകി ഈ മക്കളെ നീ സംരക്ഷിക്കണമേ. ദുഷ്ടരുടെ എല്ലാ പദ്ധതികളെയും നീ തകർത്ത് കളയണമേ. ദൈവ മക്കൾക്കെതിരെയുള്ള ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെ, ദുഷ്ടന്റെ ആലോചനകളെ എന്നേക്കുമായി കർത്താവേ നീ തകർത്തെറിയണമേ. നിന്റെ മക്കളെ ഉപദ്രവിക്കുവാനായി നുണ പറച്ചിലും മറ്റ് എല്ലാവിധ ഗൂഢാലോചനകളും അസൂയാവഹമായ പ്രവർത്തനങ്ങളിൽ നിന്നും നിന്റെ മക്കളെ, നിന്നെ അനുസരിച്ച് കാത്തിരിക്കുന്നവരെ എന്നേക്കുമായി സംരക്ഷിക്കണമേ. ശത്രുവിനെ അവരുടെ മുൻപിൽ ലജ്ജിപ്പിക്കണമേ. കർത്താവേ, നിന്റെ ഹിതം നിറവേറ്റാൻ ശ്രമിക്കുന്ന മക്കളെ എന്നേക്കുമായി ശത്രുകരങ്ങളിൽ നിന്ന് സൂക്ഷിക്കണമേ. നീ കാത്തു പരിപാലിക്കണമേ. നിന്റെ മക്കളുടെ യാത്രകളെ, പ്രവർത്തനങ്ങളെ, പദ്ധതികളെ ശത്രുവിന് വെളിപ്പെടുത്താതെ അവരെ നീ കാത്ത് സംരക്ഷിക്കണമേ. ദൈവമേ, എത്രയധികം ശത്രുക്കൾ ഞങ്ങളുടെ മുൻപിൽ നിന്നാലും, കർത്താവേ, ശത്രുക്കൾ എത്രയധികം ഞങ്ങൾക്ക് ചുറ്റും വളഞ്ഞാലും
നിന്റെ ശക്തമായ കരത്തെ എതിർക്കാൻ അവർക്കാർക്കും സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, രക്ഷിക്കാൻ കഴിയുന്ന ദൈവമേ, നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ആകാശത്തിലും ഭൂമിയിലും വെച്ച് ഞങ്ങളെ രക്ഷിക്കുവാൻ ശക്തനായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നീതി പാലിച്ചു തരണമേ. ഞങ്ങളുടെ അവകാശം സ്ഥാപിച്ചു തരണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ദുഷ്ടരുടെ കെണികളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ മോചിപ്പിക്കണമേ. സ്വർഗീയ സഭയിൽ സ്തുതികളുടെ പീഠത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ നീതിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ സകല നന്മകളിലും ഞങ്ങളെ ഭാഗഭാക്കുകളാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകണമേ. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് ഈ രാത്രിയിൽ ഒരു വലിയ നന്മ, വലിയ ആശ്വാസം കണ്ടെത്തുന്നതിന് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും, പ്രത്യേകിച്ച് രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേകം നന്മകൾ നീ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകം അത്ഭുതങ്ങൾ നടക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ സംരക്ഷണത്തിനും സൗഖ്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് മനസ്സിന് ശക്തി കൊടുക്കണമേ. ഒന്നും ഭയപ്പെടരുത്, ദൈവമാണ് നിങ്ങളുടെ സഹായകൻ. അതിനാൽ ഈ രാത്രിയിൽ കർത്താവേ, നിന്റെ സഹായം തേടി നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ മേൽ നിന്റെ കൃപാകടാക്ഷങ്ങൾ അയച്ച് ഈ രാത്രിയിൽ നീ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തണമേ. വലിയ വിടുതൽ നൽകണമേ. സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടരുടെ കെണികളിൽ നിന്നും ഈ മക്കൾക്ക് എന്നേക്കുമായി മോചനം നൽകി, സുരക്ഷിതത്വം നൽകി, സമാധാനപരമായി ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഈ മക്കളെ നീ ആശീർവദിക്കണമേ. നാളത്തെ ഇവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ. കർത്താവേ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, അമിതമായ മഴയിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും, ഭൂചലനത്തിൽ നിന്നും എല്ലാം ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സകല ദുരന്തങ്ങളിൽ നിന്നും എന്നേക്കുമായി നീ രക്ഷിക്കണമേ. നിന്നിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കുന്ന, രക്ഷിക്കുന്ന, സുഖപ്പെടുത്തുന്ന കർത്താവേ, അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി,
ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് കാവലും സംരക്ഷണവും നൽകി സുഖമായ ഉറക്കം നൽകി ശാന്തമായി കിടന്നുറങ്ങുവാൻ അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അതിരാവിലെ കർത്താവിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ അവിടുന്ന് നിന്നെ വിളിച്ചുണർത്തട്ടെ. ഈ രാത്രിയിൽ ഒന്നും ഭയപ്പെടരുത്. ശത്രു എത്രയൊക്കെ നിനക്കെതിരെ പ്രവർത്തിച്ചാലും കർത്താവ് അതെല്ലാം തകിടം മറിച്ച് കളയും. എന്തെന്നാൽ നീ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയാണ്. അതിനാൽ തന്നെ നിന്റെ കൂടെ കർത്താവുണ്ട്. ഒന്നും ഭയപ്പെടരുത്, ആകുലപ്പെടരുത്. കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അവിടുന്ന് ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങില്ല. അവിടുന്ന് നിന്നെ സഹായിക്കും. അവിടുന്ന് നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് നിന്നെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. നീ ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. കർത്താവാണ് നിന്റെ അഭയം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ നിന്റെ സംരക്ഷണവും പ്രാർത്ഥനയും ആവശ്യമാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.